ഹായ് വയാടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് പോകാനുള്ള ദിവസം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാക്കിംഗ് ഒക്കെ തകൃതിയായിട്ട് നടക്കുവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ മുടി വെട്ടി എൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഒരു 200ഓളം ഫ്രണ്ട്സ് 200ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് പേര് എന്നോട് പറഞ്ഞു ബോംബെ ഫാഷൻ ആയിരിക്കുമല്ലേ എന്ന്. പിന്നെ കുറച്ച് പേര് എന്നോട് പറഞ്ഞു അയ്യോ മുടി വെട്ടണ്ടായിരുന്നു, മുടിയുള്ളത് തന്നെയായിരുന്നു ഭംഗി, ഇത് ബോറായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ നെഗറ്റീവ് കമൻറ്റും ഒന്നും എനിക്ക് വിഷമം ഉണ്ടാക്കിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഹെയർ ഡൊണേറ്റ് ചെയ്യണം എന്നുള്ളത്. മിനിമം 30 സെൻറ്റിമീറ്റർ വേണ്ടത് കൊണ്ടും എൻ്റെ മുടി 30 സെൻറ്റിമീറ്റർ ആവില്ല. അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് മുടി വെട്ടിക്കളയുന്നത് കൊണ്ടും എൻ്റെ ആഗ്രഹം നീണ്ടു പോയി. ലാസ്റ്റ് ടൈം മുടി വെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഹെയർ ഡൊണേഷൻ അല്ലാണ്ട് മുടി വെട്ടില്ല എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞത് ഇതുപോലെ അമല ഹോസ്പിറ്റലിൽ ഹെയർ ഡൊണേഷൻ ചെയ്യാൻ പറ്റുന്നു. ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ വേറെ ഒന്നും പറഞ്ഞില്ല, ഇതുപോലെ 30 സെൻറ്റിമീറ്റർ മിനിമം വേണം, 2 സൈഡിലും ഹെയർ ബാൻഡൊക്കെ ഇട്ട് ചുരുണ്ട് കൂടാണ്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്താൽ മതിയെന്ന്. എനിക്ക് കൊണ്ടു കൊടുക്കണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം. പക്ഷേ ഈ സമയക്കുറവ് കാരണം അത് നടന്നില്ല. ഇത് കാണുന്ന 1-2 പേർക്കെങ്കിലും തോന്നുന്നുണ്ടാവും കീമോയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ തരണം ചെയ്ത് വന്നവർക്ക് ഈ മുടി പൊഴിച്ചിലൊക്കെ ഒരു കാര്യമാണോ, മുടി അതിൽ നന്നായിട്ട് വളരില്ലേ എന്നൊക്കെ. ശരിയായിരിക്കാം. പക്ഷേ എനിക്ക് ആ നേരത്തൊക്കെ ഒരു ചെറിയ കുട്ടിയുടെ മനസ്സാന്നേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ചെറുതായിരിക്കുമ്പോൾ 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ ബാർബർ ഷോപ്പിൽ പോയിട്ടാ മുടി വെട്ടാ. എനിക്ക് മുടി വെട്ടാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ബാർബർ ചേട്ടൻ ബോയ്ക്കട്ട് അടിച്ചു തരും. അപ്പോൾ തുള്ളിച്ചാടി സന്തോഷത്തോടെ വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെല്ലുമ്പോഴാണ് രസം. പിള്ളേർ കളിയാക്കും. അവർക്ക് എന്താ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എന്നെ കളിയാക്കാൻ കിട്ടണ ഒരവസരം അവർ പാഴാക്കാറുമില്ല. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വിഷമമാവും. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറയും അമ്മയെ മുടി വെട്ടണ്ടായിരുന്നു അമ്മേന്ന്. അപ്പോൾ അതുപോലെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ വിഷമമുണ്ടെങ്കിലോ അവരുടെ വിഷമത്തിന് നമ്മൾ കാരണം ഒരു സൊല്യൂഷൻ കിട്ടിയാലോ അത് സൂപ്പറായിരിക്കില്ലേ. അങ്ങനെയൊക്കെ ഉണ്ട് എൻ്റെ ചിന്ത. 6 പേരുടെ മുടി ഉണ്ടെങ്കിലാണ് ഒരു വിഗ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 5 പേരുണ്ടായിട്ട് ഒരാൾ നമ്മളായി കഴിഞ്ഞാൽ സൂപ്പറല്ലേ. പിന്നെ ഹെയർ ഡൊണേഷൻ ആണെങ്കിലും ബ്ലഡ് ഡൊണേഷൻ ആണെങ്കിലും അതൊന്നും നമുക്ക് ഉപദ്രവമുള്ള കാര്യമല്ല, മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യമാണ് താനും. അപ്പോൾ നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു സന്തോഷം ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതൊരു വലിയ കാര്യമാണ് കേട്ടോ. നിങ്ങളും ഇതുപോലെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ നോക്കണം കേട്ടോ. അതൊക്കെ സൂപ്പറാണ്. പിന്നെ സപ്പോർട്ടിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. ഈ വീഡിയോ എടുത്തതൊക്കെ ആനന്ദേട്ടനാണ്. ഞാൻ ആനന്ദേട്ടനോട് ഇതുപോലെ മുടി വെട്ടിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആനന്ദേട്ടൻ ചോദിക്കും ഇതൊക്കെ എന്തിനാ അമ്മ എന്നോട് ചോദിക്കണേ, ആ അമ്മൂൻ്റെ ഇഷ്ടമല്ലേന്ന്. ആ ഒരു സപ്പോർട്ട് അത് സൂപ്പറാണ് കേട്ടോ. അതെല്ലായിടത്തുനിന്നും കിട്ടണമെന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കണ എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മടി കൂടാണ്ട് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.